നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഹജ്ജ് അവസാനിപ്പിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ 52,015 ഇന്ത്യൻ തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങി. ഇനി മദീനയിൽ 49,520 മക്കയിൽ 20,312 തീർത്ഥാടകർ ബാക്കിയുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി മരിച്ചു. കൊല്ലം സ്വദേശിയാണ് റിയാദിൽ മരിച്ചത്. കൊല്ലം ക്ലാപ്പന പുത്തൻതെരുവ് പുതുതെരുവ് കാവുംതറയിൽ ഷമീർ അബ്ദുൾ സലാമാണ് മരിച്ചത്. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി പിഴ ഒഴിവാക്കൽ 6 മാസത്തേക്ക് കൂടി നീട്ടി. ഹൃദയാഘാതത്തെ തുടർന്ന് ഹജ്ജ് തീർത്ഥാടകൻ മദീനയിൽ മരിച്ചു. മലപ്പുറം സ്വദേശിയായ അഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു. മലപ്പുറം നിലമ്പൂർ എടക്കര സ്വദേശി എസ് ജംഷീറാണ് മരിച്ചത്. വിമാനയാത്രക്കിടയിൽ സൗദി അറേബ്യൻ എയർലൈനായ സൗദിയയുടെ ക്യാബിൻ മാനേജർ മരിച്ചു. മൊഹസിൻ ബിൻ സയ്യിദ് അൽ സഹ്റാനിയാണ് മരിച്ചത്. യാത്രക്കിടയിൽ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പ്രവാസി യുവാവ് കുവൈറ്റിൽ മരിച്ചു. മലപ്പുറം സ്വദേശിയായ റാഷിദ് അൻവറാണ് മരിച്ചത്. യുഎയിൽ കടുത്ത വേനലിനിടയിലും ആശ്വാസത്തിന്റെ മഴ പെയ്തിറങ്ങി. ഇന്നലെ വൈകുന്നേരത്തോടെ അലൈന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് കിട്ടിയത്. ലഹരി വസ്തുക്കളുടെ വ്യാപനത്തെയും അതിലൂടെ സമൂഹത്തെയും ബാധിക്കാനിടയുള്ള ഭീഷണിയെയും തടയാൻ കുവൈറ്റ് കസ്റ്റംസ് ശക്തമായ നടപടികളുമായി രംഗത്ത്. വംശനാശ ഭീഷണി നേരിടുന്ന മലയാടിനെ വേട്ടയാടിയ സ്വദേശി പൗരനെ സൗദി പരിസ്ഥിതി സുരക്ഷാ പ്രത്യേക സേന പിടികൂടി.